നമസ്കാരം. ജൂനിയേഴ്സിൻ്റെ PSC ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ ക്ലാസ്സുകളുടെ വീഡിയോ ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബ് ചാനൽ വഴി ഷെയർ ചെയ്യുന്നത്. പ്രധാനമായിട്ടും വാട്സപ്പിൽ നമ്മൾ വോയിസ് ക്ലാസ്സുകളും അതുപോലെ തന്നെ PDF നോട്ടുകളാണ് ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് വോയിസുകൾ കേൾക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആ ക്ലാസ്സുകൾ തന്നെ നമ്മളതൊരു വീഡിയോ ഫോർമാറ്റിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പം പഠനം കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് സഹായം ആവുമെന്നാണ് വിശ്വസിക്കുന്നത്. അതിനകത്ത് നമ്മൾ PDF നോട്ടുകളുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് വോയിസുകൾ അയക്കുന്നത്. അപ്പോൾ ഈ നോട്ടുകൾ നോക്കി വോയിസ് കേൾക്കാനുള്ള ചെറിയൊരു സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സമയബന്ധിതമായിട്ട് നോട്ടുകൾ വായിച്ചു പോകാനും അതുപോലെ തന്നെ വോയിസുകൾ കേട്ട് പോകാനൊക്കെയുള്ള പ്രയാസം കാരണം പലർക്കും പഠനം കൃത്യരീതിയിൽ നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. നമ്മളിപ്പം യൂട്യൂബിൽ ഇതുപോലെ ഓരോ ടോപ്പിക്കിലെയും കൊച്ചു വീഡിയോ ഷെയർ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഏത് സമയത്തും അതെടുത്ത് പഠിക്കുവാനും റിവൈസ് ചെയ്യാനും എല്ലാത്തിനും കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയാം. കഴിഞ്ഞ ഹെൽത്ത് സർവീസിലെ JHI പരീക്ഷയ്ക്ക് PSC പരീക്ഷയ്ക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മളിങ്ങനെ ഒരു ഓൺലൈൻ കോച്ചിങ്. പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് വലിയ ഫീസ് കൊടുത്ത് പഠിക്കാൻ കഴിവില്ലാത്തവരെ അതുപോലെ തന്നെ സെൻറ്ററുകളിൽ പോയിട്ട് ഓഫ്ലൈനായിട്ടുള്ള ക്ലാസ് സെൻറ്ററുകളിൽ പോയിട്ട് പഠിക്കാൻ സാധ്യമാകാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു പഠനം പ്രക്രിയ നമ്മൾ ആരംഭിച്ചത്. ഒരുപാട് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. കാരണം പലരും പല ജോലിയിലും ഏർപ്പെട്ടിരിക്കുന്നവരാണ്. അതിൻ്റെ കൂടെയാണ് PSC പഠിക്കുന്നതും പരീക്ഷ എഴുതുന്നതും എല്ലാം. അവർക്ക് അത്തരത്തിലുള്ളവർക്ക് ഒന്നുകൂടി ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് ഇനിയുള്ള ക്ലാസ്സുകൾ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇനിയുള്ള വരുന്ന പരീക്ഷയ്ക്ക് ഇപ്പം നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. മുനിസിപ്പൽ കോമൺ സർവീസിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. നമുക്ക് വിശദമായിട്ട് പഠിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ ആ ഉള്ള സമയങ്ങൾ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് എത്തിപ്പിടിക്കാൻ പറ്റും. കഴിഞ്ഞ പരീക്ഷയിൽ എഴുതിയവർക്ക് അവരുടെ അനുഭവത്തിൽ പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു പരീക്ഷ. ചോദ്യങ്ങളൊക്കെ കൺഫ്യൂഷൻ ആവുന്ന രീതിയിലായിരുന്നു ചോദ്യങ്ങളുണ്ടായിരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം നമുക്ക് അത്തരത്തിലൊരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ടോപ്പിക് വൈസും ഓരോ ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് അവരുടെ ജോലിയെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട ആധികാരികമായി അറിഞ്ഞിരിക്കേണ്ട അത്തരം ടോപ്പിക്കുകൾ നമ്മൾ വിശദമായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ആരോഗ്യമെന്നാൽ എന്താണ്, അസുഖമെന്ന് പറഞ്ഞാൽ എന്താണ്, അത്തരത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ സിലബസിൽ വരുന്ന മറ്റു ടോപ്പിക്കുകളെല്ലാം നമുക്ക് പരീക്ഷ ജയിക്കുന്നതിന് വേണ്ടി തരത്തിലുള്ള ക്ലാസ്സുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ആഴ്ചയിൽ മോഡൽ പരീക്ഷകൾ നടത്തുന്നുണ്ട്. ഓരോ ടോപ്പിക്ക് കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൻ്റെ തന്നെ വിശദമായിട്ടുള്ള പരീക്ഷകൾ നടത്തുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ആവർത്തിച്ച് ചോദ്യോത്തരങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമ്മളത് ഹൃദ്യസ്ഥമാക്കും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ തുടർച്ചയായിട്ട് പരീക്ഷകൾ വെക്കുന്നത്. അപ്പം ക്ലാസ്സുകൾ നമ്മൾ വിശദമായിട്ടുള്ള ഓരോ ടോപ്പിക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ പഠിക്കും. ബാക്കിയുള്ള ടോപ്പിക്കുകളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളും അതിനോടനുബന്ധപ്പെട്ട കാര്യങ്ങളാവും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുക. പിന്നെ അത് അത്തരത്തിലുള്ളൊരു കാര്യം. ഇനി അടുത്തത് വരുന്നത് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് വഴി നമ്മൾ വാട്സപ്പിലുള്ള ആ ഒരു ഇതുവരെ ഉണ്ടായിരുന്നിട്ടുള്ള ആ പ്രക്രിയ ഒരിക്കലും അവസാനിക്കുന്നില്ല. നിങ്ങൾക്ക് ഏത് സമയത്തും സംശയങ്ങൾ നമ്മുടെ ഗ്രൂപ്പിനകത്തേക്ക് ചോദിക്കാം. നോട്ടുകളെല്ലാം ഗ്രൂപ്പിനകത്തേക്കാവും വരിക. ഇത് ആ നോട്ടുകളുടെ തന്നെ നോട്ടും വീഡിയോയും മിക്സ് ചെയ്തിട്ടുള്ള വീഡിയോ ഫയലുകളാണ് യൂട്യൂബ് വഴി നമുക്ക് വരുന്നത്. ഇതിനകത്ത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസിങ് വരുന്നുണ്ട്. അപ്പം പഠനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ തയ്യാറാക്കുന്നതും അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതും. അപ്പോൾ അതൊരു നല്ല രീതിയിൽ അതിൻ്റെ ഒരു സ്വീകാര്യത ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും നമുക്ക് വിജയത്തിൽ കുറഞ്ഞ വേറൊന്നുമില്ല. ആ ഒരു വിജയം എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഉയർന്ന റാങ്കിലേക്ക് എത്തണം എന്നുള്ളതായിരിക്കണം നമ്മുടെ വിജയത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം.
വിജയിച്ചു, റാങ്ക് ലിസ്റ്റിൽ വന്നു, അവിടെ ഇവിടെ വന്നു എന്നൊക്കെ ആ ഒരു നിലപാടിനോട് നമുക്ക് ജോലി എന്നൊരു സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റില്ല. നല്ല രീതിയിലുള്ള വിജയം ഉണ്ടായിരുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു പോസ്റ്റിംഗ് കിട്ടുള്ളൂ, എളുപ്പം അഡ്വൈസ് വരുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് പഠനം എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനൊരു ആമുഖം, ഒരു വലിയൊരു പ്രസംഗത്തിനൊന്നും പോകുന്നില്ല. നമ്മൾ ക്ലാസ്സുകളുടെ വീഡിയോസ് നിരന്തരമായിട്ട് ചാനലിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ അതൊരു സ്റ്റാർട്ടിങ് ഞാൻ ഇത്ര പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പഠിച്ച് തുടങ്ങിയിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഫസ്റ്റിലെ വീഡിയോസുകൾ വിടുന്നത്, കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ്. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്നിരുന്നാൽ കൂടെ നമുക്ക് ഒരുപാട് പേര് ഇനിയും ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ പഠിച്ചത് മുതലുള്ള ക്ലാസ്സുകളുടെ വീഡിയോസുകളാണ് ആദ്യമായിട്ട് വരിക. എല്ലാതും പ്ലേലിസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഓരോ ടോപ്പിക്കും പ്രത്യേകം പ്ലേലിസ്റ്റുകളായിട്ടുണ്ടാവും. അഡീഷണൽ ആയിട്ട് പറയാനുള്ളത്, ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ എന്ന പരീക്ഷയ്ക്കും കൂടെ നമ്മൾ ഇതിനകത്ത് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ജയിച്ച പരീക്ഷയിൽ ഉൾപ്പെടുന്നൊരു ഭാഗമാണല്ലോ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ. TB കുറിച്ചിട്ടാണ്. അത് നമ്മൾ ഇതിനകത്ത് ക്ലാസ്സുകൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളും നോട്ട്സും വീഡിയോസും എല്ലാം ലഭ്യമാവും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ, നന്നായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുമാത്രമല്ല, ഇത് നമ്മൾ ചാനൽ ഷെയർ ചെയ്യുന്നത് രജിസ്റ്റേർഡ് ആയ ആളുകൾക്ക് മാത്രമാണ് ചാനൽ ഷെയർ ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ പെയ്ഡ് കോഴ്സാണ് ചെയ്യുന്നത്, നിങ്ങൾ ഫീസ് തന്നിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും ഇതിലത്തെ വീഡിയോസും ഇതിലനുബന്ധപ്പെട്ട എന്ത് മെറ്റീരിയൽസ് ആണെങ്കിലും ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും. നിങ്ങൾ മീൻസ് പറഞ്ഞാൽ നമുക്ക് ഈ മന്ത്ലി ഫീസ് അടച്ച് ജോയിൻ ചെയ്തവർക്ക് വേണ്ടി മാത്രമായിരിക്കും ഈ ജൂനിയേഴ്സിൻ്റെ ക്ലാസ്സിലെ എല്ലാ മെറ്റീരിയൽസും ഷെയർ ചെയ്യുന്നത്. വേറെ ഒരാൾക്കും ഇതങ്ങനെ ഷെയർ ചെയ്ത് പോവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആരംഭിക്കാം.